ഈ പറഞ്ഞേ ഗ്യാസിൻ്റെ ഒരു വാൽവാണ്. നമ്മുടെ പുതിയ ഗ്യാസ് കണക്ഷൻ വരാൻ പോകുന്ന വാൽവ്. ഇത് ആരുടെ പദ്ധതിയാണെന്നോ ആരുടെ പദ്ധതിയെന്നോ ആരാണ് ചെയ്യുന്നതെന്നോ ആരാണ് ഇതിൻ്റെ കോൺട്രാക്ടറൊന്നും അറിയത്തില്ല. ദയവായി സാറേ ഈ സാധനം വെക്കണമെന്ന് ഈ വാൽവ് വന്ന് മാറ്റി തന്നെ. വാൽവ് ഇപ്പോഴേ മുകൾ ഭാഗം തുരുമ്പടിച്ച് തുടങ്ങി. പിന്നെ എങ്ങനെയാണ് സാറേ ഇത് വെച്ച് കഴിയാൻ നേരത്ത് അതിനേക്കാളും വലിയ പ്രശ്നങ്ങളും ഗ്യാസാണ് മാരകമായ അപകടം ഉണ്ടാകാം. അതിൻ്റെ മുകളിൽ കപ്ലിങ് വേണ്ട, കപ്ലിങ് അല്ല, അത് വയ്ക്കാനുള്ള ക്ലാമ്പ് മൊത്തവും തുരുമ്പടിച്ച് പോയി. അടിയിലുമുണ്ട് സാറേ എന്നാണ് വിളിക്കുന്നത്. അടിയിലുമുണ്ട്, അടിയിലെയും ക്ലാമ്പ് മൊത്തം തുരുമ്പടിച്ച് പോയിരിക്കുകയാണ്. സാറിൻ്റെ ശ്രദ്ധയിലേക്ക് വേറൊരു കാര്യം കൊടുത്താൽ, ഇത് ഇൻസ്പെക്ഷൻ വർക്ക് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയ ഇതാണ് കേട്ടോ സാറേ. എൻ്റെ പേരും പറഞ്ഞിട്ട് നാളെ ഗ്യാസ് കണക്ഷൻ വന്നു കഴിയാൻ നേരത്ത് റേറ്റും കാര്യങ്ങളും കൂട്ടല്ലേ. ഇത് സാറിൻ്റെ പണിക്കാർ വന്ന് തേച്ചിട്ട് പോയതാണെന്നാണ് പറയണത്. ഇതാണ് സാറേ ഒരു തേപ്പ്. മെനക്കെടുത്താവുന്നതിൻ്റെ മാക്സിമം മെനക്കെടുത്തിയിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ കോൺട്രാക്ടർ എന്ന കാര്യങ്ങൾ അറിയത്തില്ല. ജനങ്ങൾക്ക് എൻ്റെ അമ്മയും ആൾക്കാരൊക്കെ ഇത് വന്നു കഴിയുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ ഗ്യാസ് കണക്ഷൻ. അപ്പം ഇപ്പോഴേ ലീക്ക് അടിച്ച് തുടങ്ങിയ വന്നിട്ടൊരു 5-6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഗ്യാസ് കണക്ഷൻ. ഇന്ന പോലെ മീൻസ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ട് ഗ്യാസ് വന്നിട്ടില്ല. ഇപ്പോഴേ ഏറ്റവും കൂടുതൽ അപകടമായിട്ട് തുരുമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജപ്പാൻ പൊട്ടി പോകണമെങ്കിൽ പറയാം, ജപ്പാനല്ലേ മണ്ണിൻ്റെ അടിയിൽ കൂടിയല്ലേ പോകണമെന്ന് പറയാം. അതേപോലെ വെക്കുന്നതിന് മുമ്പേ തുരുമ്പടിച്ച് തുടങ്ങിയാൽ എങ്ങനെയാണ് ഇത് കണ്ട. അതേപോലെ വേറൊരു കാര്യമാണ് സാറിൻ്റെ പണിക്കാർ വന്ന് പൊട്ടിച്ചിട്ട് പോയതാണ്. ഞാൻ ഇന്നാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് സിമെൻറ്റ് തേച്ച് അടച്ചു തരും, ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കേണ്ടവർ വന്ന് നോക്കി റീഡിങ് എടുത്തിട്ട് പോയതാണ്. കണ്ടാ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്, അതും റെഡിയാക്കിയിട്ടില്ല. പിന്നെ ഈ ക്ലാമ്പും തുരുമ്പടിച്ച് പോയി സാറേ. ഇതും ഇനി തുരുമ്പടിച്ച് പോയ സാധനം ഇനി പൈപ്പ് താഴത്തേക്ക് ഇടിയും ഇല്ലേ. ഞാനും ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് പറയാം, ഇത് പൈപ്പ് റേഞ്ചറിനെ തിരിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇപ്പോഴേ വാൽവിന് തുരുമ്പടിച്ച് തുടങ്ങിയെങ്കിൽ പിന്നീട് ഗ്യാസ് ലീക്കായി തുടങ്ങും. ഇത് മാരകമായ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. എന്ത് സേഫ്റ്റിയാണ് സാറിന് വരാനുള്ളത്? പക്ഷെ ഇപ്പോൾ പറയും ഇത് മൈന്യൂട്ടറായിട്ടുള്ള ഗ്യാസാണ്, കത്തിയാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ലീക്ക് ഉണ്ടായാലും. എന്നാൽ പോലും ഇപ്പം ഗ്യാസ് കണക്ഷൻ വന്നതിന് മുമ്പ് ലീക്കിങ് ആയി സാറേ. അപ്പോഴേക്കും ഗ്യാസ് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? എൻ്റെ വീട്ടിലെ അവസ്ഥ. ബാക്കിയുള്ളവരുടെ വീട്ടിൽ എനിക്കറിയത്തില്ല, അവർക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും. പക്ഷെ എനിക്കിതൊരു വലിയൊരു പ്രശ്നമാണ്. സാർ ദയവായി ഇതിനൊരു സാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടിയാണെങ്കിൽ ദയവായി ഇന്ന പോലെ ഇത് മാറ്റി വെച്ച് തന്നെ. ഗ്യാസ് കണക്ഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇരുന്ന് കഴിഞ്ഞ് സാറിൻ്റെ ആൾക്കാർക്കോ ഒരു ദേഷ്യം എന്നോട് തോന്നരുത്. അവിടെ കിടക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് 4 അമർത്താൻ പറഞ്ഞ് മലയാളം എന്ന് പറഞ്ഞിട്ട്, അവിടെ കിടക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇതിനുള്ളതല്ല എന്ന് പറഞ്ഞു, ഈ പർപ്പസിനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അവർ വേറെ നമ്പർ വന്നു. ആ നമ്പറിൽ വിളിച്ച് 4 അമർത്താൻ പറഞ്ഞിട്ട് മലയാളത്തിലായി 4 അമർത്താൻ പറഞ്ഞു, 4 അമർത്തി. എന്നിട്ട് അവർ ഹിന്ദിയും തമിഴാണ് പറയുന്നത്. അതുകൊണ്ട് സാറിനെ അറിയിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ദയവായി ഞാനിത് അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഈ ഒരു ഫാൾട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാതെ സാറിനോടോ സാറിൻ്റെ കമ്പനിയോടോ എനിക്ക് യാതൊരു ദേഷ്യവും. അത് ഗ്യാസ് കണക്ഷൻ വന്നൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രയോജനമായിരിക്കും സാറിനും സാറിൻ്റെ കമ്പനിക്കും. ഇത് നല്ല പേര് തന്നെ ഉണ്ടാക്കത്തുള്ളൂ, അല്ലാതെ മോശം ഒരു പേര് ഉണ്ടാക്കത്തില്ല.